your name? Eldos. Eldos. Yes. And you? Akcho. Acho. Okay, my name is Chitran. Good morning. Hi. Hello. Hello. Hi. What is your name? Yeah. My name is Aigirim. Saigurum. സുഹൃത്തുക്കളെ നമസ്കാരം. പനി പിടിച്ചിരിക്കുവാണ്. ഞാൻ 2 ദിവസമായി അൽമാട്ടിയിൽ കേട്ടോ. നിങ്ങൾക്കറിയാം കോൾസായി തടാകം കഴിഞ്ഞ് നേരെ അൽമാട്ടിയിലൊക്കെ വന്നതാണ് എന്റെ ലാസ്റ്റ് എപ്പിസോഡ്. വീണ്ടും ഇവിടെ നിന്നും എപ്പിസോഡ് തുടങ്ങുവാണ്. നല്ല കവക്കെട്ടാണ്. ഞാൻ എന്റെ ശരീരം മൊത്തം മെലിഞ്ഞു പോയി. എന്താ അറിയില്ല, പെട്ടെന്ന് കവക്കെട്ട് വന്നത്. പാൽ ചായ പോലും കുടിക്കാത്ത ഞാനാണ്. എങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഇന്ന് ഞാൻ വേറെ രാജ്യത്തേക്ക് പോവാണ് കേട്ടോ. കസാക്കിസ്ഥാനിലെ അൽമാട്ടിയിൽ നിന്നും ഷെയർ ടാക്സി മുഖേന കിർഗിസ്ഥാൻ എന്ന രാജ്യത്തിലേക്കാണ് പോകുന്നത്. കിർഗിസ്ഥാനിലെ ക്യാപിറ്റലായ ബിഷ്കേക്ക് എന്ന് പറഞ്ഞ പട്ടണത്തിലേക്കാണ് എനിക്ക് എത്തിപ്പെടേണ്ടത്. ലാൻഡ് ബോർഡർ മുഖേനയാണ് കേട്ടോ. അതുകൊണ്ട് വലിയ ചെക്കിംഗ് ഉണ്ടാവില്ലെന്ന് പറയുന്നു. പിന്നെ പുതിയൊരു സ്ലീപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. എന്റെ എല്ലാ അപ്ഡേഷനും നിങ്ങളെ കാണിക്കണം. കാരണം ഇതില്ലാത്തതിന്റെ പ്രശ്നം നല്ലപോലെ അനുഭവിച്ചു. അതാണ് ഈ പനിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു മാറ്റും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു മാറ്റും വാങ്ങിയിട്ടുണ്ട്. ലഗേജിന്റെ ഭാരം എങ്ങനെയും കുറക്കാൻ നോക്കിയാൽ നമ്മൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഭാരം കുറക്കാൻ സാധിക്കാത്തത്. ഭാരമുള്ളതും ശരീരത്തിനൊരു പ്രശ്നമാണ്, എടുത്ത് നടക്കുന്നതൊക്കെ. പിന്നെ അത് ശീലമായതുകൊണ്ട് കൊണ്ടുപോകുന്നു മാത്രം കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. വേറൊരു രാജ്യത്തേക്കുള്ള ഒരു കാഴ്ചകളാണ് നീങ്ങുന്നത്. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കുറെ മലയാളികൾ പഠിക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു കോളേജ് ഉണ്ട്, അവിടെ ഒന്ന് പോകണം. അവിടേക്കൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് നേരെ ഷെയർ ടാക്സിയിൽ നിന്ന് കിർഗിസ്ഥാനിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ഞാൻ കൊണ്ടുവരാം കേട്ടോ. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആൽമാട്ടിയിലാണ് കേട്ടോ. എന്റെ കൂടെ 2 മലയാളികളുണ്ട്. ഇവിടെ 2 മലയാളികളല്ല, ഒരുപാട് മലയാളികൾ പഠിക്കുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ സെൻട്രൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയിലാണ് ഞാനുള്ളത്. എന്റെ നാട്ടുകാരനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ ആദ്യ എപ്പിസോഡിൽ. സംസാരിക്കും. അങ്ങനെ നമ്മളെ ചിത്രം ബ്രോന് ഇവിടെ വന്നപ്പോൾ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഇവിടുത്തെ മലയാളി കുട്ടികളൊക്കെ പരിചയപ്പെട്ടപ്പോൾ അവർ പഠിക്കുന്ന ഒരു കോളേജ് അത് കാണിക്കണം എന്നുള്ളത്. അപ്പൊ നീ പറഞ്ഞ സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കോളേജാണ്. പിന്നെ അൽഫറാബി കസാഖ് നാഷണൽ യൂണിവേഴ്സിറ്റി പറയും. അതായത് ലോകത്തിൽ തന്നെ 163 സ്ഥാനത്ത് റാങ്കിങ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ MBBS പഠിക്കാൻ വേണ്ടി വരുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിദ്യാർത്ഥികൾ FMG പാസ്സാകുന്ന ഹൈലി പാസ് പെർസെന്റേജ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. എത്രത്തോളം മലയാളികൾ പഠിക്കുന്നുണ്ട്? എന്തായാലും ഒരു മൊത്തത്തിൽ ഒരു 200 മുകളിൽ എത്ര ഉണ്ടാവും ഹാരിസ് ഇവിടെ പഠിക്കുന്നത്? സ്റ്റുഡന്റ് അല്ലേ? ഞാൻ ഇവിടെ 4th ഇയർ സ്റ്റുഡന്റ് ആണ്. എന്റെ പേര് ഫാരിസ്. പിന്നെ ഇവിടെ വന്നിട്ട് ചിത്രം ബ്രോനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റി കണ്ടിട്ട് എന്താ അഭിപ്രായം? എനിക്ക് ഓരോ ഇഷ്ടപ്പെട്ടു. കാരണം ഓരോ രാജ്യത്തുള്ള ആൾക്കാരെ കാണാൻ സാധിച്ചു. ഇതിന്റെ ഭംഗി, ഒരു എന്താ പറയാ, പ്രകൃതി ഭംഗിയുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ രീതി, പണിത രീതിയും എല്ലാം കൊണ്ട് അടിപൊളിയാണ്. സന്തോഷം. നിങ്ങളെ കാണാൻ പറ്റിയല്ലോ. കസാഖിസ്ഥാനിലൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ പേര് പറഞ്ഞോളൂ. എന്റെ പേര് ഫാരിസ് ആണ്. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം ഫാരിസ് അബൂബക്കർ. അപ്പൊ നിങ്ങൾ ആരെല്ലാം എപ്പോഴും കസാഖ് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ A to Z എന്തായാലും എല്ലാ ഹെൽപ്പും ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് സ്ഥലങ്ങൾ പോകാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ മലയാളികൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കസാഖ്യം വല്ലോ നിങ്ങൾക്കറിയാം പഠിക്കാൻ താല്പര്യമുള്ളവരോട് അങ്ങനെ എന്തെങ്കിലും അന്വേഷണം ഉണ്ടെങ്കിൽ വന്നോ, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഡയറക്റ്റ് വേണമെങ്കിൽ കാര്യങ്ങൾ ചെയ്തുതരാം ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ. എനിക്ക് സന്തോഷം. കാരണം ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും കറൻസി ഒക്കെ ചേഞ്ച് ചെയ്യാനായാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വില്ലേജിൽ പോയപ്പോൾ എനിക്ക് 50,000 ടെങ്ക വേണ്ടി വന്നു. അതായത് നാട്ടിൽ എത്ര പൈസ 50,000 ടെങ്ക പറയുമ്പോൾ 10,000 രൂപ. അതായത് എനിക്ക് അവിടുത്തെ ഒരു അക്കൗണ്ടിൽ ഇട്ടിട്ട് ആ പൈസ അവരുടെ അടുത്ത് ക്യാഷ് ആയിട്ട് വാങ്ങണം. ആ സമയത്തൊക്കെ എന്നെ സഹായിച്ചത് ഫാരിസ് ആണ്, ബ്രോയും കൂടിയാണ് കേട്ടോ. നിങ്ങളൊരു ലോക്കൽ മലയാളി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ യാത്രക്ക് നല്ലതാണ്. ഹാപ്പി. ഓക്കെ, ഹാപ്പി. This is Kyrgyzstan, yeah? കിർഗിസ്ഥാന്റെ ലാൻഡ് ബോർഡറിലാട്ടോ ഉള്ള കസാക്കിസ്ഥാന്റെ കിർഗിസ്ഥാന്റെ എന്റെ പുതിയ കൂട്ടുകാരനാണ്. ഇനി ബിഷ്കേക്കിലേക്ക് ഇവിടുന്ന് 18 കിലോമീറ്ററിന് അങ്ങോട്ടേക്ക് പോകണം. നോക്കാം. താങ്ക് യു. എന്റെ ലഗേജ് ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്നുണ്ട്. നല്ലൊരു മനുഷ്യൻ കേട്ടോ. ഈ ഒരു രാജ്യത്തിൽ വന്നിട്ട് തന്നെ എനിക്ക് കിട്ടിയ ഒരു കൈനീട്ടാണ് കേട്ടോ. എന്റെ ടാക്സിന്റെ പൈസ പുള്ളിക്കാരൻ കൊടുത്തു. എന്റെ ഹോട്ടലിൽ വണ്ടി എന്താണ് ഡ്രോപ്പ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അതൊരു ഭയങ്കര സന്തോഷം കേട്ടോ. കസാക്കിസ്ഥാനിന്റെ ബോർഡറിൽ നിന്നും കിർഗിസ്ഥാനിൽ വരാൻ വേണ്ടി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് മാർഗമാണ് വരുവാണെങ്കിൽ
നമ്മള് ഭയങ്കര പ്രശ്നം. നമ്മള് ലഗേജ് ചെക്ക് ചെയ്യും, നമ്മൾ ചെറിയ ബാഗ് ചെക്ക് ചെയ്യും, നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ വിസ, എല്ലാ കാര്യങ്ങളും അത്രയും നിയമപരമായി അവർ നോക്കും കേട്ടോ. ലാൻഡ് ബോർഡറിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ, ഇവിടെയുള്ള ലോക്കൽസും അപ്പുറത്തെ രാജ്യത്തുള്ള ലോക്കൽസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ക്രോസ് ചെയ്തുകൊണ്ട് തന്നെ വേഗം അതിന്റെ കാര്യങ്ങൾ നടക്കും കേട്ടോ. ഇപ്പൊ എന്റെ ഈ 2 ബാഗും സാധനങ്ങളൊക്കെ പുറത്ത് കണ്ടോ, ഇതൊക്കെ വെച്ചിട്ട് പോലും എന്നെ സുഖമായിട്ട് കടത്തി വിട്ടു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. വിസ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. വിസ എന്തായാലും അവർ നോക്കും, ആ കാര്യം സൂക്ഷിക്കുക. ഇങ്ങോട്ട് കസാക്കിസ്ഥാനിൽ നിന്നും കിർഗിസ്ഥാനിലേക്ക് ലാൻഡ് ബോർഡർ മുഖേന വരുമ്പോൾ എന്തായാലും കിർഗിസ്ഥാന്റെ ക്യാപിറ്റലായ ബിഷ്കേക്ക് എന്ന പട്ടണത്തിലാണ് ഞാനുള്ളത്. കസാക്കിസ്ഥാന്റെ അൽമാട്ടി പോലെയല്ല ബിഷ്കേക്ക്, കുറച്ച് ഡിഫറെന്റ് ഉണ്ട് കേട്ടോ. ആൾക്കാരും ഭാഷയിലൊക്കെ ഏകദേശം ഒരുപോലെയാണെങ്കിലും കുറച്ച് തിരക്ക് പിടിച്ച ഒരു പട്ടണം തന്നെയാണ് നമ്മുടെ ബിഷ്കേക്ക് എന്ന് പറയുന്നത്. നല്ല വൃത്തിയുള്ള മനോഹരമായ പട്ടണം തന്നെയാണ് കേട്ടോ ബിഷ്കേക്ക് എന്ന് പറയുന്നത്. എന്റെ റൂമാണ്, ഇതൊരു ഷെയർ റൂമാണ് കേട്ടോ. ഷെയർ റൂം പറഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് വേണമെങ്കിൽ വന്ന് കിടക്കാം. നിലവിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. റേറ്റ് കുറഞ്ഞ മാർഗം ഷെയർ റൂമാണ്. കിച്ചണ്, ബാത്റൂം, വാഷിംഗ് മെഷീൻ, നമുക്ക് വ്യായാമം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ റൂമിന് പുറത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും സന്തോഷം. ഇന്ന് രാത്രി 11 മണിക്ക് ഞാൻ വേറെ ലൊക്കേഷനിലേക്കാട്ടോ പോകുന്നത്. കാരക്കോൾ എന്ന് പറഞ്ഞാൽ ഒരു 300 കിലോമീറ്റർ മാറിയിട്ടൊരു സ്ഥലമാണ്. ഒരു മൗണ്ടൈനിലേക്ക് ഞാൻ ഷെയർ ബസ് മുഖേന പോവാണ് കേട്ടോ. അത് രാത്രിക്കായിരിക്കും പോവുക. ഇവിടെ കുറച്ച് മലയാളി സ്റ്റുഡൻസ് ഉണ്ട്, അവരെല്ലാവരെയും കാണണം. എന്തായാലും സന്തോഷം കേട്ടോ. കിർഗിസ്ഥാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ വീഡിയോസിലേക്ക്. ഞാനിപ്പോ ഉള്ളത് ബിഷ്കേക്കിലാണ് കേട്ടോ. എന്റെ അടുത്തുള്ളത് ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ്. കസാക്കിസ്ഥാനിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എനിക്ക് ഇവരെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് എന്റെ ബാങ്ക് അക്കൗണ്ട് ആക്കി തന്നു, ATM കാർഡ് എടുത്തുന്നു. അതിനൊക്കെ ആൾക്കാരാണ് കേട്ടോ ഇവര്. പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ഹാഫിസ്. ഞാൻ ഇവിടെ MBBS തേർഡ് ഇയർ പഠിക്കുക. നാട്ടിലെവിടെയാ? നാട്ടില് കണ്ണൂർ. കണ്ണൂർ. എന്റെ നാട്ടുകാരനാണ് കേട്ടോ, കണ്ണൂരുകാരനാണ്. പറയും. എന്റെ പേര് നിഹാലി. ഞാൻ കൊല്ലത്തുനിന്ന് എന്റെ കൂടെ തേർഡ് ഇയർ തന്നെ പഠിക്കാണ്. എല്ലാവരും കൂട്ടുകാരാണ്. കൂട്ടുകാരാണ്. പേര് പറഞ്ഞോളൂ. ഭാഷ അറിയില്ലേ? എന്തെങ്കിലും പറഞ്ഞു. എന്റെ പേര് എന്താണെന്നൊക്കെ റഷ്യൻ ഭാഷ പറയാം. നമ്മൾ ഇവന്റെ കൂടെ പുറത്തു പോയി. അപ്പം കടകളിലൊക്കെ ഇവന് ഇവിടുത്തെ ഭാഷ സംസാരിക്കുമ്പോൾ അവര് ഭയങ്കര ഫ്രണ്ട്ലി ആവുന്നുണ്ട്. നമുക്ക് ഭാഷ അറിയാത്ത സമയത്ത് അവർ നമ്മളോട് ഒന്ന് മാറി നിൽക്കും കേട്ടോ. നമുക്ക് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യണം, അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇവനത് എളുപ്പത്തിൽ സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് നല്ല സ്നേഹത്തിൽ പെരുമാറുന്നുണ്ട്. എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. എന്തായാലും ഇനി ഇവിടുന്ന് രാത്രിക്ക് ബസ് ഉണ്ട്. ഏത് സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മള് കരാക്കോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. ഏകദേശം 8 മണിക്കൂറോളം ഉണ്ടല്ലേ ഇവിടെ. അതിനൊക്കെ ഒരു അപ്ലിക്കേഷൻ. എന്താണ് അപ്ലിക്കേഷൻ? അത് ഈ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നത് ബസ് ഒക്കെ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി ബുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും ഹാപ്പി. അപ്പൊ എന്തായാലും ഒരു ദൂരെ യാത്ര ഇന്ന് രാത്രി പോവുകയാണ്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കാണാൻ എന്തായാലും ഹാപ്പി കേട്ടാ. ഞാൻ പോട്ടെ. നിങ്ങളോട് എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഹാപ്പി കേട്ടോ. ഫുഡ് ഐറ്റംസാ. അഞ്ചരക്ക് ബസ് ഇറങ്ങിയ സ്ഥലമാണ് കേട്ടോ. മുഖം നോക്കി. നല്ല തണുപ്പുള്ള കാരക്കോളിലെ ഒരു ബസ് സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ എന്തെങ്കിലും സ്റ്റേ തപ്പിപ്പിടിക്കാൻ വിചാരിച്ചാൽ രാവിലെ ആവണം. ഒരു 8 മണി 8:30 ആവണം. കാരണം ആൾക്കാരൊക്കെ ഉറങ്ങി എണീക്കാൻ ലേറ്റ് ആവുന്നൊരു സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല തണുപ്പും മൗണ്ടെയിൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. സൂര്യപ്രകാശമൊക്കെ വന്ന് തുടങ്ങണം അത്രേ. എന്തായാലും കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ആരെങ്കിലും തപ്പിപ്പിടിച്ചിട്ട് റൂം കണ്ടുപിടിക്കണം. അതൊക്കെയാണ് പ്ലാനിങ്. നോക്കാം. കിർഗിസ്ഥാന്റെ ബിഷ്കേക്കിൽ നിന്നും ഷെയർ ബസ് മുഖേന ഞാൻ എത്തിയിരിക്കുന്ന ഒരു പട്ടണവും ഗ്രാമവുമായ സ്ഥലമാണ് കേട്ടോ. കാരക്കോൾ എന്ന് പറയുന്നത് മനോഹരമായ മഞ്ഞു പർവ്വതങ്ങൾ നിറഞ്ഞതാണ് കേട്ടോ. കാരക്കോൾ എന്ന് പറയുന്ന സ്ഥലം സൗണ്ട് കംപ്ലീറ്റ് പോയിരിക്കുകയാണ് എന്റേത് കേട്ടോ. ആൾട്ടൻ അർഷ എന്ന് പറഞ്ഞൊരു മനോഹരമായ താഴ്വരയുണ്ട്. അവിടേക്കാണ് അടുത്ത യാത്ര. ഒരുപാട് തടാകങ്ങളുണ്ട് കേട്ടോ. ആലക്കുൾ എന്ന് പറഞ്ഞൊരു തടാകമുണ്ട്. അതിപ്പം കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. അവിടെ പോകണമെങ്കിൽ ഏകദേശം 3500 മുകളിൽ മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാട്ടോ. കിർഗിസ്ഥാന്റെ കറൻസി കണ്ടോ, ഇതിനൊക്കെ എടുത്ത് കാണിച്ചു തരാം. ഏറ്റവും വലിയ നോട്ടാണ് 5000ന്റെ നോട്ട് കേട്ടോ. 5000ന്റെ നോട്ട് നിങ്ങൾ കണ്ടോളൂ. പിന്നെ നമ്മുടെ 500ന്റെ നോട്ട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. അടുത്ത യാത്ര അക്കൗണ്ടിലെ പൈസ കയ്യിൽ വെക്കുന്നതാണ്. കാരണം ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം ഒന്നും നടക്കില്ല. ഒരു പരിധി കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. ഷെയർ റൂമിലാണ് ഞാൻ താമസിക്കുന്നത്.
അതായത് 2-3 ബെഡ് ഉണ്ടാവും ഒരു റൂമിനകത്ത്. ഭയങ്കര നീളത്തിലാണ് ഉണ്ടാവുക. എന്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ അലമ്പായി ഇരിക്കുന്നത്. എന്താ പറയാ, ഭയങ്കര വൃത്തിയാണ് കേട്ടോ ആൾക്കാർ. ഇവര് വീടായാലും പോലും നമ്മുടെ ഹോട്ടലൊക്കെ വരുമ്പോ, ഹോട്ടലല്ല ഹോം സ്റ്റേ സംവിധാനമാണ് കേട്ടോ, വീടിന്റെ കൂടെ താമസം. ഭയങ്കര ക്ലീൻ ആണ്. അതായത് ഇവര് വീട്ടുകാർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സഞ്ചാരികൾക്കും കൊടുക്കുന്നത്. ഞാനിപ്പോ സംസാരിക്കുന്ന ഒച്ചത്തിൽ പോലും വീടിന്റെ അകത്ത് സംസാരിക്കാൻ പാടില്ല കേട്ടോ, കാരണം ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര സൈലന്റ് ആണ്. നമ്മൾ വന്നിട്ട് അത് ഒരിക്കലും മാറ്റരുത് കേട്ടോ, അത് വളരെ മോശമാണ്. എന്തായാലും സന്തോഷം. നാളെ രാവിലെ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ട്രെക്കിങ് തുടങ്ങണം. അതിൻ്റെയൊക്കെ ഒരു ആവേശത്തിലാണ് ഞാനുള്ളത് കേട്ടോ. എന്തായാലും നമുക്ക് കാണാം. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. 2ാമത്തെ ദിവസമാണിത്. ഇന്ന് ഇവിടുത്തെ ആൾക്കാരായിട്ട് കുറച്ച് കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. അയ്യോ, നല്ല ചൂട് കാലാവസ്ഥ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുണ്ടോ, ഇതാണ് വീട്ടിലെ പുറം ഭാഗമൊക്കെ. ഗുഡ് മോർണിംഗ്. Good morning. ഹായ്. ഹലോ. ഹായ്. വാട്ട് ഈസ് യുവർ നെയിം? യാ, Me? My name is Aygirim. സൈഗുറും. ഹായ്. ഇതൊക്കെയാണ് കേട്ടോ രാവിലത്തെ 2ാമത്തെ ദിവസത്തെ ഫുഡ്. ഇത് ഓംലേറ്റ് ആണ്. ഓ, റൈസ് ടുഡേ. റൈസ്. യാ, ഓക്കെ. വെജിറ്റബിൾസ്. My children like. Rice. Yeah. I am also like rice. Yeah. In my country, people eat so much rice. Yeah, rice. This one chapati. Chapati. What you call in here? Potato. Potato. Yeah. This is potato. Yeah, potato and sir. Sir, I know. I understand. Yeah. Sir. Yeah. Yeah. Potato and sir. This? Papaya. Okay. ബസ്സിൽ നിന്ന് ഇറങ്ങി അക്സു എന്നൊരു ഗ്രാമത്തിലെത്തി കേട്ടോ. ഇതാണ് അക്സു എന്ന് പറയുന്ന സ്ഥലം. അക്സു കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ, കാരണം ഇവിടെ കുതിരകളും ഓഫ് റോഡ് വാഹനങ്ങളും ഉണ്ടാകും. ആൾട്ടിയൻ അർഷ എന്ന് പറഞ്ഞാൽ അവർ നാഷണൽ പാർക്കിനകത്തേക്ക് പോകാൻ വേണ്ടി കേട്ടോ, ആ ഒരു ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി നടന്നു പോകാനാണെങ്കിൽ 15 കിലോമീറ്ററോളം ഉണ്ട്. മനുഷ്യവാസം ഉണ്ടാവില്ല കേട്ടോ, ഇന്റർനെറ്റ് ഉണ്ടാകില്ല. എന്തായാലും നോക്കാം. വെൽക്കം ടു അക്സു. ഇവിടുത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കിർഗിസ്ഥാനിലെയും കസാക്കിസ്ഥാനിലെയും ജനങ്ങൾ നമ്മുടെ കാശ്മീരിലൊക്കെ പോലെ ആൾക്കാരാട്ടോ. അതായത് സഞ്ചാരികളെ വെൽക്കം ചെയ്യുന്ന രീതി ഭയങ്കര മനോഹരമാട്ടോ, ഭയങ്കര വൃത്തിയോട് കൂടിയാണ് കേട്ടോ. അതായത് നമ്മളെ ഷൂവിലൊന്നും ഒരു അഴുക്കുണ്ടാകാൻ പാടില്ല, ഷോക്സിലൊന്നും ഒരു മണ്ണുണ്ടാകാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ അതായത് എല്ലാ സ്ഥലവും ഭയങ്കര ക്ലീനാണ്. നമ്മളെ വെള്ളമില്ല, വെള്ളത്തിൻ്റെ തുള്ളിയൊന്നും ഇവർക്ക് നിലത്ത് വീണ് കിടക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര നല്ല ആൾക്കാരാണ്, ക്യൂട്ടായ ആൾക്കാരാണ്. നിങ്ങൾ നല്ല ലക്ഷറി യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിലാണ് കൂടുതൽ ഇവരെക്കുറിച്ച് അറിയാൻ സാധിക്കുക കേട്ടോ. എന്നെപ്പോലെ ഒരു പണം ചുരുക്കി യാത്ര ചെയ്യുന്ന ആൾക്ക് ഇങ്ങനെയുള്ള വീട്ടിൽ താമസിക്കാനോടെ വന്ന് നിൽക്കാനൊന്നും അധികം പറ്റത്തില്ല, കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എൻ്റെ ഉച്ച ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ കയറിയത്. നമുക്കൊന്ന് നോക്കാം. ഒരു 11 മണിയായ സമയം ഇപ്പോൾ. ഇത് കഴിച്ചിട്ട് എനിക്ക് വീണ്ടും ട്രെക്കിംഗ് ഒക്കെ ആരംഭിക്കണം. ഇവിടുത്തെ വീടുകളിലെ ഭക്ഷണമൊക്കെ ഇങ്ങനെയായിട്ട് ഉണ്ടാവുക. സഞ്ചാരികൾ വന്നാൽ ഇങ്ങനെയാണ് കഴിക്കാൻ തരുക കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സും കുറേ മിഠായികളും അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഞാനൊരാളെ കാണിച്ചു തരാം. ഹായ്. ഇവിടുത്തെ പൂച്ചയാട്ടോ, ഇവിടുത്തെ നാടൻ പൂച്ചയ്ക്ക് ഇത്രയും സൈസ് ഉണ്ടാകും. ചുങ്കുടു വാവേ ഉണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടി പൂച്ചനൊക്കെ. ഇവിടുത്തെ ഒരു വീട്ടിലെ പൂച്ചയാട്ടോ. ഒരു ചായ കുടിക്കാൻ ഇവിടെ ഒരു വീട്ടിൽ കയറിയിട്ടുണ്ട്. അവിടുത്തെ പൂച്ചയാണ്. ഇവിടെ ചായയൊക്കെ നമുക്ക് വീട്ടിൽ നിന്നാട്ടോ കുടിക്കാൻ പറ്റും. ചായക്കൊക്കെ നല്ല പൈസ ആട്ടോ, 100 രൂപയൊക്കെയാണ് ഒരു ചായക്ക് ഉള്ളത്. ഇവിടുത്തെ ആൾക്കാരെ വീഡിയോസ് ഒന്നും എടുക്കാൻ വിടില്ല. ഹലോ. കമ്പിവേലികളുണ്ട് കേട്ടോ ഇവിടുത്തെ എല്ലാ വീട്ടിനും. എനിക്ക് തോന്നുന്നു ആനിമൽസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ കമ്പിവേലികളൊക്കെ വെച്ചത്. എന്തായാലും ഈ പ്രകൃതി നോക്കിയേ, പലതരം കളർ നൽകുന്നൊരു ഭൂമി കേട്ടോ. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സുഹൃത്തുക്കളെ. ഈ ഭൂമി ഇത്രമാത്രം ഭംഗിയുണ്ടോ, മനുഷ്യന്റെ കണ്ണുകൾക്ക് ഇത്രമാത്രം അത്ഭുതം തരാൻ വേണ്ടി ഈ കാഴ്ചകൾക്കൊക്കെ സാധിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. അക്സു എന്നൊരു ഗ്രാമപ്രദേശമാണ്. ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെയായിട്ടുണ്ടാവും. ഭയങ്കര മനോഹരമായ വീടും സ്ഥലങ്ങളൊക്കെയാണ്. എന്ത് രസം നോക്കിയാൽ ഈ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടി. കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെയാണ് ഈ ഒരു തണുത്ത പ്രദേശത്ത് കൂടുതലായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത്.
ഇത് കണ്ടോ, എൻ്റെ തൊട്ട് മുമ്പിലായിട്ട് കൃഷിയിടം കാണാൻ സാധിക്കും. അക്സൂൽ നിന്നാണ് കേട്ടോ ആൽറ്റൻ അർഷ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന. ആൽറ്റൻ അർഷ എന്നും പറയും കേട്ടോ, 2-3 ഭാഷകളിൽ ഇവിടുത്തെ ആൾക്കാർ പറയും. സ്പീഡിലാണ് പറയുക, ആൽറ്റൻ അർഷ എന്ന് പറയും കേട്ടോ. അങ്ങ് മുകളിലൊക്കെ കണ്ടോ സ്നോ മൗണ്ടെയിൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഒരു പീസ്ഫുൾ ആയിട്ടൊരു അന്തരീക്ഷമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ വന്നിരിക്കേണ്ട ഒരു ഗ്രാമം കൂടിയാണ് കേട്ടോ അക്സു എന്ന് പറയുന്നത്. കാരക്കോളിൽ നിന്നും ലോക്കൽ ബസ്സിൽ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് അക്സുവിൽ എത്തിച്ചേരാൻ സാധിക്കും. കസാക്കിസ്ഥാനിൽ നിന്നും കിർഗിസ്ഥാനിലേക്ക് വരുന്നു. ഞാനൊരു ട്രെക്കിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്ന വരെയുള്ള വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 15 മിനിറ്റിന് മുകളിൽ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ട്രെക്കിങ്ങിന്റെ വിഷ്വൽസ്, അതായത് ഞാൻ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് ആസ്ക് എന്നൊരു ഗ്രാമത്തിൽ നിന്ന് ആൾട്ടൻ അർഷനിൽ പോയി ടെന്റ് അടിക്കുന്നതും ആ കാഴ്ചകളൊക്കെ സെക്കൻഡ് പാർട്ടാക്കാന്ന് കരുതുന്നു കേട്ടോ. ഒരു പക്ഷേ ഇതൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ ക്ഷമിക്കണം, കാരണം അല്ലാത്ത പക്ഷം വീഡിയോ 30-35 മിനിറ്റോളം ആവും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ രണ്ടും വെറൈറ്റി കാഴ്ചകളാണ്. ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ, ഞാൻ അനുഭവിക്കുന്നത്, അതായത് താമസിക്കുന്ന സിറ്റുവേഷൻ, അവിടുത്തെ കുറച്ച് ആൾക്കാർ, അങ്ങനെയുള്ള മൊമെന്റ്സ് ഒരു പാർട്ടും, ഇനി ട്രെക്കിങ്ങിന് പോകുന്നത് വേറൊരു പാർട്ടുമായിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് കൊണ്ടുവരാം. ഇങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണൽ തോന്നിയത്. ഇനി ഇതിൽ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരണം, ഇല്ലെങ്കിൽ എല്ലാ കാഴ്ചകളും ഒരുമിച്ചാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എന്നോട് പറയാം കേട്ടോ. കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇന്റർനെറ്റ് കിട്ടുന്നില്ല. ഈ ഒരു ഭാഗം എടുക്കുന്നത് തന്നെ വേറൊരു പ്രൊവിൻസിൽ നിന്നുകൊണ്ടാണ് കേട്ടോ, കിർഗിസ്ഥാനിലെ. അതിൻ്റെയൊക്കെ എപ്പിസോഡ് ഞാൻ വേറെ ആയിട്ട് കൊണ്ടുവരാം. എന്നിരുന്നാലും ഒരുപാട് സന്തോഷം. ലോങ് എപ്പിസോഡാണോ അതോ 10-15 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് മതിയോ, എല്ലാം നിങ്ങൾ എന്നോട് അറിയിക്കണം കേട്ടോ. എന്നിരുന്നാലും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ സെക്കൻഡ് എപ്പിസോഡ് എല്ലാരും കാണണം. കിടിലൻ ട്രെക്കിംഗ് ആണ്, ക്യാമ്പിംഗ് ആണ് വരാൻ പോകുന്നത്. വലിയൊരു ട്രെക്കിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ. ഇവിടുത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ബാഗ് കാണുന്നതന്നെ വർഷത്തിലൊരിക്കലൊക്കെയാണ് കേട്ടോ പറയുന്നത്. കാരണം ഇവിടെ അധികം സഞ്ചാരികൾ വരുന്നത് ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇതൊക്കെയാണ് മൈക്ക് കേട്ടോ, 2 മൈക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ എടുക്കുന്ന ക്യാമറ കേട്ടോ നിങ്ങൾ കാണുന്നത്. ഹെവി ബ്രദർ. അപ്പം കുറച്ച് ദിവസം നെറ്റൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ആലാക്കുൾ തടാകം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും എടുത്ത് വീണ്ടും മല കയറുവാണ്.